നീ എൻ്റെ ദൈവട കണ്ണ. ഗോഡ് ബ്ലെസ് യു. ഇനി തൊട്ട് അപ്പയില്ല. ഇതിനൊക്കെ ശേഷമാണ് നമ്മൾ അറിയുന്നത് ബാലചേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറൊരു ചന്ദന സദാശിവ റെഡ്ഡിയാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെന്നും. saying is absolutely wrong, full of lies, and he's mentally and physically tortured me and my mother. കേരള. ഏവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, അമൃത സുരേഷ് ബാലദമ്പതികളുടെ മകളുടെ ഒരു സ്പീച്ചാണ്. നമുക്കെല്ലാം അറിയാം, ഏഷ്യാനെറ്റിലൂടെ പ്രശസ്തി ആർജിച്ച ഒരു ഗായികയാണ് അമൃത സുരേഷ്. അവിടെ വച്ചുണ്ടായ ഒരു പ്രണയവും തുടർന്നുള്ള വിവാഹവും അതിൽ ഉണ്ടായ ഒരു മകളാണ് പാപ്പി. ഇപ്പോൾ അതിൻ്റെ കാര്യം വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് ആ കുടുംബം പോകുന്ന ചില കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ആദ്യമായിട്ട് നമുക്ക് അമൃത സുരേഷ് പറയുന്ന ഒരു ബൈറ്റ് നമുക്ക് ഒന്ന് കാണാം. കാരണം ഞാൻ അമൃതയാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഭയങ്കര വിഷമമായിട്ടുള്ളൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. വെളുപ്പിന് 5:30 ഇപ്പോൾ സമയം. ഞങ്ങൾ ഫുൾ ഫാമിലി, ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. അത്രയും വിഷമമുള്ളൊരു സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അഭിനയിച്ച് സംസാരിക്കാനോ ഇമോഷണലായിട്ട് സംസാരിക്കാനോ നിങ്ങളെ ഇമ്പ്രസ് ചെയ്ത് സംസാരിക്കാനോ ഒന്നും അറിയില്ല. ഇൻഫാക്ട് നിങ്ങൾ എന്നെ 10-16 വയസ്സ് തുടങ്ങി കാണുന്നതാണ്. ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറിലുള്ള സമയം തുടങ്ങി അമൃത സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എത്രത്തോളം സംസാരിക്കുന്ന ഒരാളായിരുന്നെന്നും എത്രത്തോളം ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഞാൻ പലപ്പോഴും നല്ല ഈ 14 വർഷമായിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ സൈലൻസ് എന്നെ ഒരുപാട് വെറുക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇത്ര നാളും മിണ്ടാണ്ടിരുന്നത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഒരു കാര്യം, ഒരു സത്യാവസ്ഥയും അറിയില്ല. കാരണം ഞാൻ സൈലൻ്റ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഒരേ ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് ഇതേപോലൊരു വീഡിയോ ചെയ്തു വന്നിട്ടുള്ളൂ. അന്ന് പാപ്പുവിൻ്റെ മേലിൽ ഒരു ഫേക്ക് ന്യൂസ് ബാലചേട്ടനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കോവിഡ് വന്ന് ഞാൻ കാണിച്ചില്ല എന്നുള്ള ഒരു ഫേക്ക് ന്യൂസ്. പിന്നീട് അത് ചാനലുകാർ തന്നെ വന്ന് പ്രൂവ് ചെയ്തതാണ്. ഇതിനകത്തിൽ മകള് ചെയ്ത ഒരു വീഡിയോയുടെ ഒരു ന്യായീകരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. നമുക്കറിയാം ഇത് ഒരു കൊച്ചുകുട്ടിയാണ്, അത്ര മെച്ചൂർഡൊന്നുമല്ല. അതിനെക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറയിപ്പിച്ചതാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഇതൊരു കുടുംബത്തിൻ്റെ കാര്യമാണ്. നമ്മളിതിനകത്തിൽ ആരും ന്യായീകരിക്കുക എന്നുള്ളതല്ല. ഇതുപോലുള്ള തകരുന്ന നിരവധി കുടുംബങ്ങൾ കേരളത്തിലുണ്ടെന്ന്. ദാമ്പത്യത്തിലൂടെ പരാജയപ്പെടുന്നതും അതുപോലെ തന്നെ ഒത്തിരി കുട്ടികൾ നിസ്സാര കാരണത്താൽ ഇവരൊക്കെ ബന്ധം മുറിഞ്ഞു പോകുമ്പോൾ അനാഥമാകുന്ന കുട്ടികളുടെ അവസ്ഥ, അവരുടെ മാനസികാവസ്ഥ, ഒരു കുട്ടികളിലുണ്ടാകുന്ന ട്രോമ ഒക്കെയാണ് നമ്മൾ മറ്റൊരു കാര്യം പരിശോധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ കുട്ടിയെ കൊണ്ടൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ പോസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ വിഷയമായിരിക്കുന്നത്. എനിക്ക് എൻ്റെ മദറും എൻ്റെ ഫുൾ ഫാമിലിയും ഭയങ്കര സാഡായിട്ടും ഇരിക്കുന്നത് എനിക്ക് കണ്ട് മടുത്തു. എനിക്കത് പറ്റില്ല. എനിക്ക് ഇറ്റ്സ് വെരി സാഡ് ഫോർ മീ ടു സീ മൈ ഫാമിലി സോ ഇമോഷണൽ. അതെനിക്ക് പറ്റില്ല. അത് മാത്രമല്ല, എനിക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോൾ ഇത് എന്നെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്നെയും എൻ്റെ മദറിനെയും പറ്റി ഫോൾസ് ആക്യൂസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചില സമയത്ത് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണോ, അത് ട്രൂ ആണോ, ഇവര് പറയുന്നത് ട്രൂ ആണോ, ശരിക്കും ഇതൊക്കെ നടന്നു? എനിക്കതിന് ആൻസർ പറയാൻ കിട്ടുന്നില്ല. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ ഫോൾസ് ആക്യൂസേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും വിചാരം ഞാനും എൻ്റെ മദറും ഭയങ്കര ബാഡാണ്. പക്ഷെ ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. സോ ബേസിക്കലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദറിനെ പറ്റിയാണ്. നമ്മുടെ നാട്ടിലൊരു കാര്യം കിട്ടിയാലേ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത് കാണുന്നതിനപ്പുറം അതിനെ വിമർശിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കണം, ഇവരുടെ ദാമ്പത്യത്തിൽ നഷ്ടമായത് ആ കുട്ടിക്ക് അതിൻ്റെ പിതാവിനെയാണ്.
ഇപ്പോൾ ഈ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചതിന് സോഷ്യൽ മീഡിയയിലൂടെ അമൃത സുരേഷിന് നേരിട്ട നിരവധി കമൻസുകളുണ്ട്. അത് ബാലചേട്ടൻ തന്നെ വിളിച്ച് അവരെ കൊണ്ട് ഇട്ട ഒരു ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് ഫസ്റ്റ് ടൈം പാപ്പുവിനെ ഡ്രാഗ് ചെയ്ത സിറ്റുവേഷനിലേക്ക് ഇട്ടപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചത്. അതിനുശേഷം ഇന്നാണ് ഞാൻ വീണ്ടും സംസാരിക്കണം. ഞാൻ മിണ്ടാണ്ട് ഇരുന്നപ്പോൾ എന്നെ അത്രത്തോളം നിങ്ങളെല്ലാവരും വെറുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആ വെറുപ്പിനെ ഒരിക്കലും മാറ്റാൻ ശ്രമിച്ചിട്ടുമില്ല. ആ വെറുപ്പിനുള്ളൊരു ആ വെറുപ്പ് മാറ്റി സ്നേഹമാക്കാൻ ശ്രമിച്ചിട്ടും ഇല്ല. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി എനിക്ക് അത്രയും ഭംഗിയായിട്ടൊന്നും സംസാരിച്ച് നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. അപ്പം ആ ഒരു വെറുപ്പ് ഇപ്പോൾ അത് വന്ന് ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ ഇതിപ്പോൾ എൻ്റെ പാപ്പുവിലേക്കും കൂടെ വന്നെത്തിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഞാനും പാപ്പും എന്തെങ്കിലും ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ ഞാനും അമ്മയും പാപ്പും അബിയും ഉള്ളൊരു ചെറിയ മൈക്രോ ഫാമിലിയാണ് നമ്മൾ. അച്ഛനും പോലും ഇല്ല ഇപ്പോൾ. അപ്പം നമ്മുടെ ഇങ്ങനത്തെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷം വന്നു കഴിഞ്ഞാൽ അപ്പം പാരലലി അപ്പുറത്തൊരു വീഡിയോ വരും. ഇപ്പോൾ റീസെൻ്റ്ലി പാപ്പൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 21st. ആ കുഞ്ഞ് അത്രയും ഹാപ്പി ആയിട്ട് നമുക്ക് നമ്മളുടെ പരിമിതിയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഹാപ്പിനെസ്സാണ് പാപ്പു നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇച്ചിരി സന്തോഷിച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം കാണുന്നത് ഇൻ്റർവ്യൂ ആണ്. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, പാപ്പു അങ്ങനെ പറഞ്ഞു, പാപ്പു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പലപ്പോഴും കുഞ്ഞെന്നോട് പാപ്പു എന്നോട് പറയാറുണ്ട്, മമ്മി എന്താ മിണ്ടാണ്ടിരിക്കണേന്ന്. അപ്പോൾ മമ്മിക്ക് മിണ്ടാൻ അറിയില്ലെങ്കിൽ ഞാൻ പറയാം മമ്മി എന്ന് പറയുന്നത്. കാരണം പാപ്പു ഇപ്പോൾ പഴയ ഏജ് അല്ല, നിങ്ങൾക്കറിയാം, 12 വയസ്സായി. മറ്റൊരു കാര്യം, ഈ അമൃത സുരേഷിൻ്റെ ബാലയുമായുള്ള വിവാഹത്തിനൊക്കെ ശേഷം ആ കുടുംബത്തിലുണ്ടായ ഒരു വലിയ ആഘാതമാണ്. അവർക്ക് എപ്പോഴും പിന്തുണയുമായി നിന്നിരുന്ന അവരുടെ എല്ലാമായിരുന്ന അച്ഛൻ. നമുക്കറിയാം, വേർപാടുകൾ ഓരോന്നായി തളർത്തുമ്പോൾ അത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല. അതിനുശേഷം ഒരു 3 വയസ്സിലുണ്ടായ അവള് കണ്ടിട്ട് ഷോക്കായ ഒരു സിറ്റുവേഷൻ അവൾ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കൊക്കെ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ട്രോമാറ്റിക് അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഓർമ്മയില്ലേ? എനിക്ക് നമ്മളെ ഞെട്ടിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അത്ര വേദനിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് എനിക്ക് 2 വയസ്സുള്ള കാര്യങ്ങൾ വരെ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ മെമ്മറിയിൽ ഒരു ഫ്ലാഷസ് ആയിട്ടെന്ന് വെച്ചാൽ ഒരു ഫുൾ ചിത്രമായിട്ടില്ലെങ്കിലും ഫ്ലാഷസ് ആയിട്ട് ഓർമ്മയുണ്ട്. പാപ്പുവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പാപ്പു കുഞ്ഞു ഭാവിയായിരിക്കുന്ന സമയത്ത് അവളെ ഈ വക സിറ്റുവേഷനിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടുള്ളത് എൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ള ജോലിക്കാരാണ്. ചേച്ചിമാരൊക്കെ അവൾക്കൊന്നും പറ്റില്ലെന്ന് വെച്ചിട്ട് പിടിച്ചെടുത്ത് അവളെ കൊണ്ട് ഓടും. അങ്ങനെ ആ ചേച്ചിമാരൊക്കെ ഇതൊക്കെ സാക്ഷി പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. കോടതിയിൽ കേസ് അടങ്ങുന്ന സമയത്ത് ഈ ജോലിക്ക് നിന്ന് ചേച്ചിമാരും അതേപോലെ അന്നുണ്ടായിരുന്ന ഡ്രൈവർ, ഇവരൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഏതായാലും ശരി, ആ കുട്ടി പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എന്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറെ വീഡിയോസ് ഉണ്ട്. ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടാം കുറെ നമ്പർ ഓഫ് വീഡിയോസ്. ബട്ട് നൺ ഓഫ് ഇറ്റ് ഇസ് ട്രൂ. എനിക്ക് ഒരു കാര്യം പോലും ഇല്ല. ആക്ച്വലി സ്പീക്കിംഗ്, എനിക്ക് ലവ് ചെയ്യാൻ, എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല. അത്രയും എന്നെയും എന്റെ മദറിനെയും എന്റെ അമ്മാവിനെയും എന്റെ ആന്റിനെയും ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ലൈക്ക് ലിറ്ററലി എനിക്ക് ഒരു കാര്യം പോലും ഇല്ല എനിക്ക് ലവ് ചെയ്യാൻ. ആക്ച്വലി ഫോർ എക്സാമ്പിൾ, എപ്പോഴും ഞാൻ ചെറുതായിരുന്നപ്പോൾ തന്നെ, ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു, എന്നാലും he would come home drunk and just actually start beating my mother. എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവും. ഒരു റീസണും ഇല്ല. പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എന്റെ മദറിനെ വെറുതെ തല്ലിക്കൊണ്ടിരിക്കും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാനൊരു കുഞ്ഞല്ലേ. ഞാനിതൊക്കെ കാണുമ്പോൾ എനിക്കും നല്ല വിഷമാവാണ്. ഈ കുട്ടിയുടെ ഈ പറയുന്നത് കേട്ടാൽ തന്നെ അറിയാം, ഇതൊരു 5 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ഇത്രയും ഭാഗം അതൊരു പഠിച്ചു പറയുന്ന ഒരു ഇതാണ്. അതിൻ്റെ ഒരു
കുറേ വേർഡ്സ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കേൾക്കാം. അപ്പം നമുക്ക് അത് ഒരു പഠിച്ച് പറയിപ്പിക്കുന്നതാണ്. ചിലപ്പം ഈ അവരുടെ മാനസികാവസ്ഥ ആ ഒരു രീതിയിലായതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യിച്ചത്. അതിനെ ചിലപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും ശരി, കുട്ടിക്ക് അച്ഛനോട് എന്തായാലും സ്നേഹം ഉള്ളിൽ കാണും. ലൈക്ക് എന്റെ മദറും എന്റെ ഫാമിലിയും നല്ല വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഒറ്റ ഒരു കാര്യത്തിന് പോലും എന്നെ തല്ലിയിട്ടില്ല. എപ്പോഴും എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ലവ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. എന്റെ ഫാദർ കുറെ ഇന്റർവ്യൂസിലും കുറെ ലൈസും ഫോൾസ് അലിഗേഷൻസ് എന്റെ മദറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഫോൾസ് ആണ്. ലൈക്ക് ലിറ്ററലി എന്റെ മദറിനെ കുറെ തല്ലിയിട്ടുണ്ട്. എന്റെ മദറിനെ കുറെ ലൈക്ക് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. എന്റെ മദർ മാത്രമല്ല, എന്നെയും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഞാൻ കുഞ്ഞായിരുന്നപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടില് എന്റെ മുഖത്തേക്ക് എറിയാൻ ലൈക്ക് ചെയ്തു. അപ്പൊ എന്റെ മദർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ശരിക്കും എനിക്ക് എന്റെ തലയിലെങ്കിലും ഇടിച്ചാന്. ഇവിടെ എന്റെ മദർ ഉള്ളതുകൊണ്ട് കൈവച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്കൊന്നും നടക്കാണ്ടിരുന്നത് തന്നെ. അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട്. മെന്റലി മാത്രമല്ല, ഫിസിക്കലിയും എന്റെ മദറിനെ എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കോർട്ടിലിരുന്നപ്പോൾ എന്നെ ലിറ്ററലി ഓൺ ദ ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലൈക്ക് ലിറ്ററലി ആ റൂമിലിട്ടിട്ട് എനിക്ക് ഒരു ഫുഡോ ഒരു സാധനവും ചെയ്യില്ല. ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ആക്ച്വലി ഇത് പ്ലീസ്, വാട്ട് ഈസ് സേയിങ് ഇസ് ആബ്സല്യൂട്ട്ലി റോങ്, ഫുൾ ഓഫ് ലൈസ്. മക്കൾ പലതും അച്ഛനോട് ആവശ്യപ്പെടും. അതൊക്കെ ഈ സ്നേഹബന്ധങ്ങൾ മുറിയുമ്പോൾ അതൊക്കെ വേറൊരു രീതിയിൽ പ്രയോഗിക്കുക എന്ന് പറയുന്നത് അത് ഒരച്ഛനും ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ബാല കുറ്റക്കാരനായിരിക്കാം. പക്ഷേ ബാല പറയുന്ന ബാലയുടെ ആ ഉള്ളിൽ നിന്ന് വരുന്ന ചില വേർഡ്സ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കും അത് തോന്നില്ല. ഇതൊരു എന്താണ് ഇതിനകത്തിലെ ബാലയുടെ മനസ്സിലുണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു അദ്ദേഹത്തിൻ്റെ അവസ്ഥ കാണുമ്പം അത് മനസ്സിലാക്കാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പാപ്പു സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം. മൈ ഫാദർ എന്ന് പറഞ്ഞു. താങ്ക് യു. നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല. മകളോട് തർക്കിക്കുവാണെങ്കിൽ ഒരു അപ്പൻ ആനേ അല്ല. പിന്നെ പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു 2.5-3 വയസ്സിലാണ് പോയത്. 3 വയസ്സാകുമ്പോൾ എന്നെ വിട്ട് അകന്നു പോയി. ഇപ്പൊ ക്ലാസ് എടുത്തടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു. ഞാനിത് തർക്കിക്കാനല്ല പറയുന്നത്. 5 ദിവസം വീട്ടിലിരുന്നു, അന്നം കൊടുത്തില്ലെന്ന്. പാപ്പു ഇത് തർക്കിക്കാനില്ല. ജയിക്കാൻ പറ്റും. ഇന്ന് ഞാൻ തോറ്റു കൊടുക്കുക. നീ ജയിക്കണം. വാക്കായിരിക്കും പാപ്പു. നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു. ഇഫ് യു ലവ് മീ, ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാനും നിന്റെ കുടുംബം ഞാൻ അന്യനായിപ്പോയി നിനക്ക്. പക്ഷെ ഒരു വാക്ക് മാത്രം പാപ്പു ഇന്ന് ഞാൻ പറയാൻ ഇനി തൊട്ട് ഞാൻ വരില്ല. ബാല പറയുന്നുണ്ട്. ഒരുപക്ഷെ നമുക്കെല്ലാം അറിയാം, കേരളം ഉറ്റുനോക്കിയ ഒരു കുറേ ദിവസങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു അത്യാസന്ന നിലയിൽ കിടന്നതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വരുമോ എന്ന് പോലും ഈ സിനിമാ ലോകത്തുള്ളവരും മലയാളികളും ഒക്കെ സംശയിച്ചിരുന്നു. എന്തായാലും അദ്ദേഹം തിരിച്ചു വന്നത് ഈ കുട്ടിയുടെ ആ ഒരു പ്രസൻസും ആണെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം. കുട്ടി ശരിക്കും വിളിച്ചുകൊണ്ടാണ് ആ ഒരു ആത്മധൈര്യം കിട്ടിയതെന്നും ആ റിക്കവറി ആയതുമൊക്കെയുള്ള ബാലയുടെ ഒരു മനസ്സിലെ ഒരു കാര്യം അങ്ങനെയാണ് കിടക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു. അത് അന്നേ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ നിന്റെ അടുത്ത് സംസാരിക്കില്ല.
നീ കാരണമാണ് അപ്പ ഇവിടെ ഇരിക്കുന്നത്. പാപ്പയ്ക്ക് എല്ലാ ഐശ്വര്യം ഉണ്ടാവും, എല്ലാം ഉണ്ടാവണം. നന്നായി പഠിക്കണം, നീ നന്നായി വളരണം. നിന്നോട് മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല. നീ എന്റെ ദൈവയുടെ കണ്ണ. ഗോഡ് ബ്ലെസ് യു. ഇനി തൊട്ട് അപ്പ ഇല്ല. ഈ കുട്ടി സ്റ്റാർ സിംഗറിൽ നിന്ന് ഇങ്ങനൊരു ബന്ധത്തിലേർപ്പെട്ടെങ്കിലും ഇതിന് കാര്യമായ ഒരു ഭാവി അതിൻ്റെ കരിയറിലുണ്ടായിട്ടില്ല. അതെന്താണോ നമുക്ക് ആവശ്യം നമുക്ക് അറിയില്ല. ഇങ്ങനെ പ്രണയത്തിലായി, ഒരു കുട്ടിയായി, ഡിവോഴ്സായി, അതിനുശേഷം കുറച്ച് നാൾ ഈ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഗോപിസുന്ദറുമായുള്ള പ്രണയവും പുള്ളി ജീവിതത്തിൽ എന്തുവാ ഏറ്റവും വലിയ ഭൂമിയിൽ കിട്ടിയ നിധി എന്നൊക്കെ പല ക്യാപ്ഷനും വന്നതാണ്. അമൃത പറഞ്ഞതും പിന്നെ ട്രോൾ ചെയ്തതുമൊക്കെ നമുക്കറിയാം. എന്തായാലും ഗോപിസുന്ദറുമായിട്ടുള്ള യാത്ര എത്ര നാളുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രണയത്തിൻ്റെയൊക്കെ പുറകെ പോകുമ്പോൾ അവരുടെ ദാമ്പത്യത്തിലൊരു കുട്ടി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തോന്നൽ അമൃതയ്ക്ക് വേണ്ടതായിരുന്നു. അത് അവഗണിച്ചുകൊണ്ടുള്ള ആ രണ്ടാമത്തെ എടുത്തിയാട്ടവും അത് അപകടത്തിലേക്കാണ് പോയത്. അപ്പോൾ ഇതൊക്കെ സാക്ഷി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു കുഞ്ഞു കുട്ടിക്ക് അവളുടെ ഒരു കുഞ്ഞി മെമ്മറിയിൽ അവൾ ട്രോമാറ്റിക്കായിട്ട് പേടിച്ച് അനുഭവിച്ച് പോയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം പാപ്പുനെ അവളെ മുറിയിൽ പൂട്ടിയിട്ടതും ഈ കാര്യങ്ങളും അതിൻ്റെയൊക്കെ വീഡിയോ അടക്കം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പാപ്പു എത്ര വിഷമിച്ചാണ് ഇരുന്നിട്ടുള്ളതെന്നും ഇതൊക്കെ ഞാൻ എന്തിനാ ബ്രെയിൻ വാഷ് ചെയ്യണം? മോളുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വിത്ത് എവിഡൻസ്. ഞാൻ എന്തിനാ എൻ്റെ കൊച്ചിനെ ബ്രെയിൻ വാഷ് ചെയ്തു? എൻ്റെ മോളെ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്യണമായിരുന്നെങ്കിൽ ഞാൻ കുറേ മുമ്പേ ബ്രെയിൻ വാഷ് ചെയ്യണമായിരുന്നു. അത് ഈ 14 വർഷം വെയിറ്റ് ചെയ്ത് അവള് ഇത്രയും നാൾ കഴിഞ്ഞ് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബ്രെയിൻ വാഷ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ പാപ്പുവിൻ്റെ ഫാമിലീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാപ്പുവിൻ്റെ ഫാമിലി അല്ലെങ്കിൽ അവളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്നൊരു മോചനം എന്നെ കൊണ്ടാവുന്നതാവട്ടെ എന്നുള്ള രീതിയിൽ ആ പാവം കൊച്ചു ചെയ്തതിന് നിങ്ങളതിനെ എന്തൊക്കെ വിളിക്കുന്നുണ്ട്, എന്തൊക്കെ പറയുന്നുണ്ട്. ആ കുട്ടി എൻ്റെ പാപ്പു സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പബ്ലിക് ഫങ്ഷൻസിന് പോകുന്ന സമയത്ത് എത്രയോ ആളുകൾ വന്നിട്ട് പറയണേ മോളുടെ അച്ഛൻ്റെ അടുത്തോട്ട് പൊക്കൂടെ. ഇതൊക്കെ കേട്ടോണ്ടിരിക്കും. ഒരിക്കലും പാപ്പൻ്റെ സ്കൂളിലുണ്ടായിരുന്ന ഒരു കേസാണ്. അതായത് ബസ്സിലുള്ള ഒരു കുട്ടി എന്താ ഞാൻ പോലും ആ സമയത്തില്ല. ഞാൻ ദുബായിൽ ഉള്ളൊരു സമയത്താണ് യുവർ ഫാദർ സേഡ് യുവർ മോം ഇസ് അഗ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലിതൊക്കെ നിങ്ങളൊക്കെ സംസാരിക്കും, നിങ്ങളുടെ മക്കളൊക്കെ കേൾക്കുന്നുണ്ടാവും. അത് ഇവരുടെ തരത്തിലൊക്കെ പറയുന്നുണ്ടാവും. ആൻഡ് ദെൻ അങ്ങനെ പാപ്പുവിൻ്റെ അടുത്ത് യുവർ മദർ ഇസ് അഗ്ലി എന്ന് പറഞ്ഞിട്ട് പാപ്പു കരഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ഓടി വന്നത്. ദാമ്പത്യത്തിൽ ചിലപ്പം രണ്ടുപേരുടെയും ഭാഗത്ത് പ്രശ്നങ്ങൾ കാണാം. അത് ചിലപ്പോൾ പരിഹരിക്കപ്പെടാൻ സാധിക്കുന്നതായിരുന്നായിരിക്കും. പക്ഷേ എന്തായാലും അത് അങ്ങനെ അല്ലാതെ പോയിട്ടുണ്ട്. നമ്മളിനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മലയാള സമൂഹത്തിന് മുന്നിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഭാവിയാണ്. പാപ്പി എന്ന് വിളിക്കുന്ന, അവന്തിക എന്ന് വിളിക്കുന്ന ആ കുട്ടി എന്തായാലും അതിൻ്റെ മനസ്സിൽ കുറേ ഇങ്ങനെ ട്രോമ കയറിയിട്ടുണ്ട്. പല കാര്യങ്ങൾ അതിനെ കോടലിൽ നിന്ന് കൊണ്ടുപോയി കുറേ ദിവസം റൂമിലിട്ട് പൂട്ടിയെന്നും ഭക്ഷണം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്തായാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതുവരെയുള്ള ബാലയുടെ നമ്മൾ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ബാലയ്ക്ക് ഏറ്റവും പ്രിയമായി തോന്നിയിട്ടുള്ളത് ആ കുട്ടി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ചിലപ്പം പലരുടെയും ചിന്താഗതികൾ പല രീതിയിലായിരിക്കാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അതൊക്കെ ഇതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കാനുള്ള ഒരു തന്ത്രമായിട്ട് എനിക്കതിനെ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ പലതും കൊടുത്തില്ല, അല്ലെങ്കിൽ ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി
കഥകൾ നീങ്ങുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണം. ദാമ്പത്യത്തിൽ തകരുമ്പോൾ ആണിനായാലും പെണ്ണിനായാലും രണ്ടാമത് അവർക്കൊരു പങ്കാളിയെ കണ്ടെത്താനും അല്ലെങ്കിൽ ജീവിതം ഉണ്ടാക്കാനും എളുപ്പമാണ്. പക്ഷേ ഇതൊന്നും അറിയാത്ത കുട്ടികളുടെ അവസ്ഥ, അവരുടെ ജീവിതത്തിൽ, അവരുടെ ബാല്യത്തിൽ അവർ സന്തോഷിച്ച് പോകേണ്ട പ്രായത്തിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആഘാതം ഒരുപക്ഷെ അവരുടെ ഭാവിയെ തന്നെ ബാധിക്കും. ബാലയും അമൃതയും നിങ്ങൾ കഴിയുന്നതും സോഷ്യൽ മീഡിയ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഉപയോഗിക്കരുത്. ദയവ് ചെയ്ത് പ്ലീസ്. അത് ആ പാപ്പിയുടെ ജീവിതത്തിന് അല്ലെങ്കിൽ അവന്തിക എന്ന് പറഞ്ഞ ആ കുട്ടിക്ക് നല്ലൊരു കുട്ടിയായിരിക്കും, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകേണ്ട കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാവിയെങ്കിലും ഓർത്ത് ഈ ആരോപണങ്ങൾ നിർത്തി ഇനി സ്വസ്ഥമായി ഒരു ജീവിതം ആ കുട്ടിക്കെങ്കിലും കൊടുക്കുക. നിങ്ങളുടെ ജീവിതവും നിങ്ങളൊക്കെ തന്നെ തുലച്ചു, ഇനി അതുണ്ടാകാതെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.